കണ്ടിന്യൂ ചെയ്തോളൂ മാം, ഓഡിബിൾ ആണ്. ഓക്കെ മാം, താങ്ക് യു. അപ്പോൾ നല്ലൊരു വാം വെൽക്കം തന്നെ മാം ഇന്ന് എനിക്ക് തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മാം പറഞ്ഞതുപോലെ തന്നെ ഡബിൾ ഹാപ്പിനെസ് ആണ് ശരിക്കും, ഇരട്ടി മധുരം എന്നൊക്കെ പറയാം അല്ലെ. കാരണം എന്റെ സ്റ്റാറ്റസുകളും അല്ലെങ്കിൽ എന്റെ എന്താ പറയാ പോസ്റ്ററുകളൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിൽ കടന്ന് കറങ്ങുന്നുണ്ട്. എന്റെ സ്റ്റാറ്റസുകളുടെ കൗണ്ട് കൂടി. അപ്പോൾ കുറെ ആളുകൾ എന്താ പറയാ തിരിച്ചറിയുന്ന ലെവലിലേക്കൊക്കെ മാറി പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ മാം എന്നെ നല്ല രീതിയിൽ തന്നെ വെൽക്കം ചെയ്തു. എന്നാലും ഒന്നുകൂടെ, അതായത് പുതുതായിട്ട് ഇതിൽ കയറിയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവും, അവർക്ക് ചിലപ്പോൾ ഞാൻ ഒരു അപരിചിതയായിരിക്കാം അല്ലെ. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ എന്നെ സ്വന്തമായിട്ടൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. പേര് മായ, ഫുൾ നെയിം മായ മോഹൻ. ഞാൻ വണ്ടിത്താവളം സ്വദേശിനിയാണ്. നിലവിൽ കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ശരിക്കും പ്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രൗഡാണ്. കാരണം SR ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു പടി എനിക്ക് മുന്നിലേക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന ആദ്യത്തെ റാങ്ക് എനിക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹാപ്പിനെസ് എന്ന് എത്രത്തോളം പറഞ്ഞാൽ മതിയാവില്ല, അത്രത്തോളം സന്തോഷം എനിക്കുണ്ട്. അപ്പോ ഇന്നൊരു ടോപ്പിക് വൈസ് ക്ലാസ് ആയിട്ട് ആരും വിചാരിക്കരുത്. എന്റെ ഒരു ജേണി, അതായത് SRൽ നിന്നും SCയിലേക്ക് വന്ന എൻ്റെ ഒരു ജേണിയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോ കൗണ്ടൊക്കെ അത്യാവശ്യമുണ്ട്, 54 പേരൊക്കെ ഉണ്ട് അല്ലെ, എന്നെയും കൂടെ ചേർത്തിട്ട് 54 പേരുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷമാണ് കേട്ടോ. ഡബിൾ ഹാപ്പിനെസ് എനിക്കത് പറഞ്ഞിട്ട് മതിയാവണില്ല. അപ്പൊ ഈ ഒരു കമ്പനിയിലേക്ക് ഞാൻ അസോസിയേറ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം അതൊന്ന് ചെറിയൊരു സ്റ്റോറി ആയിട്ട് പറയുന്നുണ്ട്. മറ്റേ എന്റെ അമ്മായി ആയിട്ടുള്ള വിശാലി മാം വഴിയാണ് ഈ ഒരു കൺസെപ്റ്റ് ഞാൻ ഏറ്റെടുക്കുന്നത്. മാം എന്നെ കുറെ പ്രാവശ്യം ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, കോൾ ചെയ്യാറുണ്ട് കേട്ടോ. വീട്ടിൽ വിളിച്ചിട്ട് എന്നെ ഫോൺ ചെയ്തിട്ടൊക്കെ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ അമ്മായി, എനിക്ക് എന്റെ അമ്മായിയാണ്, വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ, എൻ്റെ അടുത്ത് ഇത് സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവോയ്ഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഒട്ടും രക്ഷയില്ല, ഫോണിലൂടെ ഒന്നും സാധിക്കില്ല. കാരണം എന്നെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ ഒരു ദിവസം പെട്ടെന്ന് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നു ആള്. പറഞ്ഞില്ല, പെട്ടെന്ന് സർപ്രൈസ് പോലെ ഞാൻ വീട്ടിലേക്ക് വന്നു. നേരിട്ട് ഈ കാര്യം പരിചയപ്പെടുത്താനായിട്ട് ട്രൈ ചെയ്തു. അപ്പോഴും ഞാൻ വഴങ്ങിയിട്ടില്ല കേട്ടോ. കാര്യം സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്, അപ്പോഴും എനിക്ക് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ല. ഞാൻ ഇതൊക്കെ കുറെ കേട്ടതാണ്, ഇതൊക്കെ പൊളിയുന്ന കമ്പനിയാണ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എന്നോടത്ത് പറയണ്ട എന്ന് തന്നെ ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു. ശരിക്കും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു രക്ഷയില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്തു, നേരെ സരസ്വതി മാമോ ആയിട്ട്, എന്റെ SM ലീഡർ ആയിട്ടുള്ള സരസ്വതി മാമോ ആയിട്ട് കണക്ട് ചെയ്ത് തന്നു. ആളെനിക്ക് പ്ലാന് തന്നു. സൂം ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സൂം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പൊ മാം എനിക്ക് അതിൽ പെട്ടെന്ന് പ്ലാൻ ഒക്കെ പറഞ്ഞു തന്നു. ഇനിയിപ്പോ ഒരാൾ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എങ്ങനെയാണെങ്കിലും മൈൻഡ് ചെയ്യാതിരിക്കുക. ശരി, ഇനിയിപ്പോ അങ്ങനെയാണെങ്കിലെങ്കിൽ എന്റെ ഇതൊന്ന് ഒഴിഞ്ഞു പോവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പ്ലാനൊക്കെ ഒന്ന് കേൾക്കാനായിട്ട് റെഡിയായി. അതിനുള്ള ഒരു സന്മനസ് ഒക്കെ ഞാൻ കാണിച്ചു. എന്നിട്ട് പോലും എനിക്ക് ഇതിലേക്ക് വരണമെന്ന് ഒരു തരത്തിലുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നില്ല. കാരണം എനിക്കിത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട് അല്ലെ. ഇതൊക്കെ ഇതേപോലത്തെ കുറെ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത് കാരണം അതുപോലത്തെ ഒരു കാര്യം തന്നെയായിരിക്കും ഇതും, അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സരസ്വതി മാം സംസാരിച്ചു, കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. പക്ഷെ ഒരു 10:10 ഞാൻ ഒരു പ്ലാനൊക്കെ കേട്ടത് അല്ലെ. എന്നിട്ടും ഞാൻ ഇതിൽ ഇൻവോൾവ് ആവാനായിട്ട് ഒരു തരത്തിലുള്ള വഴിയും കണ്ടില്ല. തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഞാൻ വീട്ടിൽ പോയ ഒരു ദിവസം നോക്കിയിട്ട് രമ്യ മാം, നമ്മുടെ SDM ആയിട്ടുള്ള രമ്യ മാം എന്നെ വീണ്ടും വിളിച്ചു, സംസാരിച്ചു, വീണ്ടും ഒരു പ്ലാൻ തന്നു. എനിക്കിത് കേട്ട് കേട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇത് എന്താണ്, 2 പ്രാവശ്യമൊക്കെ ഈ പ്ലാന് കേൾക്കാനുണ്ടോ, ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം പ്ലാന് കേട്ട് എന്നിട്ടും പിടിച്ചു വലിച്ച് എന്റെ അമ്മായി എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതാണെന്ന് തന്നെ പറയാം. കാരണം ഒരു ദാനമായിട്ട് തന്നിട്ടുള്ള ഒരു സംഭവമാണ് ശരിക്കും ഫിജിക്കാർട്ട് എനിക്ക്, എന്നെ സംബന്ധിച്ചിട്ട്. അല്ലാതെ ഞാൻ ചോദിച്ചു വാങ്ങിച്ചതല്ല, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടത്തോടെ വന്നതല്ല. എന്നെ എന്താ പറയാ നിർബന്ധിച്ചിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചതാണ് എന്റെ അമ്മായി. പക്ഷെ ഞാൻ ഇന്ന് ആളിനെ നന്ദി പറയുകയാണ്. കാരണം എന്താണെന്നറിയോ, ഇത്രയും വലിയൊരു അവസരത്തിലാണല്ലോ എന്നെ കൊണ്ടുവന്ന് വിട്ടത് അല്ലെ. അപ്പൊ അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. വിശാല മാമിന് ഒരു താങ്ക്സ് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അപ്പോ അങ്ങനെ വന്നു. പിന്നീട് എന്താ പറയാ ലീഡേഴ്സ് ഒക്കെ എന്റെ അടുത്ത് സംസാരിക്കാറുണ്ടായിരുന്നു. പിന്നെ ട്രെയിനിങ്ങുകളൊക്കെ ജസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. 7 AM ഒക്കെ നമ്മൾ കയറാനായിട്ട് തുടങ്ങി. ഒന്ന് കേറിയില്ലേ, കേറിയോ, ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു, നീ കേറിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ എന്റെ അടുത്ത് സരസ്വതി മാം വിളിച്ചു ചോദിക്കും. അപ്പൊ ഞാനിപ്പോ അവരെ ബോധിപ്പിക്കാൻ എന്ന രീതിയിൽ ചിലപ്പോ ക്യാമറയൊക്കെ ഓഫ് ആക്കി വെച്ച് സൗണ്ട് ഒക്കെ വളരെ കുറവായി വെച്ച് അതൊക്കെ അറ്റൻഡ് ചെയ്തു. പക്ഷെ
ഒരു 10-20 പോയിന്റുകൾ പറഞ്ഞാലും 2 പോയിന്റെങ്കിലും എനിക്ക് ക്ലിക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോ ഡെയിലി ഇതിങ്ങനെ കേട്ട് 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 ആയപ്പോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഞാൻ വിചാരിച്ച പോലെയല്ല, അതിനപ്പുറം ഒരു വേൾഡ് ഫിജി കാട്ടിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതൊക്കെ നമ്മുടെ ലീഡേഴ്സിന്റെ ഈ ഒരു 7am എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറഞ്ഞ ഓരോ വാക്കുകളും ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നതിലൂടെയാണ് എനിക്ക് ഈ ഒരു മനംമാറ്റം ഉണ്ടായത്. അങ്ങനെ നിർബന്ധിച്ചിട്ടാണെങ്കിലും ഞാനിതിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. പിന്നീട് ട്രെയിനിങ്ങുകളൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാനായിട്ട് വില്ലിങ് ആയി. അപ്പൊ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് എന്റെ അക്കൗണ്ടിലേക്ക് ഒരു 500 സംതിങ് രൂപ ക്രെഡിറ്റ് ആയി. അപ്പൊ എനിക്കൊരു അത്ഭുതം, എനിക്കിപ്പോ അങ്ങനെ ഇട്ട് തരാനായിട്ട് ആരും ഇല്ല അല്ലെ. അക്കൗണ്ടിൽ ഞാൻ ചോദിക്കാതെ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആവാന്ന് ാണ്. ടീമിലേക്ക് 2 പേര് വന്നിട്ടുണ്ട്, മായയുടെ അണ്ടറിലാണ്, മായയുടെ പാർട്ട്ണർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും ഞാൻ അതിശയിച്ചു പോയി. ഇപ്പൊ ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ മാം, ഞാൻ ജസ്റ്റ് നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ടല്ലേ ഉള്ളൂ, എന്നിട്ട് എങ്ങനെ എനിക്ക് ഇതൊക്കെ ക്രെഡിറ്റ് ആയത് കൊണ്ട് ഞാൻ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മൾ കൊണ്ടുവന്നില്ല എന്നുള്ള അങ്ങനെ ഒരു സംഗതി ഇല്ല. നമ്മുടെ ടീമിൽ നിന്ന് വന്നാൽ പോലും നമ്മുടെ അണ്ടറിലാണെങ്കിൽ അവര് നമ്മുടെ പാർട്ട്നേഴ്സ് ആണ് അല്ലെ. ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് ആ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആയപ്പോ എനിക്ക് തോന്നി, അപ്പോ ഞാനൊന്ന് മുന്നിട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ രീതിയിൽ മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ എന്താ പറയാ, സരസ്വതി മാം എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. എന്ത് ഇപ്പൊ ഞാന് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇരുന്നാൽ പോലും ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ എന്നെ വിളിച്ച് വീണ്ടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരാനായിട്ട് ആള് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. എന്റെ ഫാമിലിയിലെ ഒരു അംഗത്തെ പോലെ എനിക്കായി ആര്, സരസ്വതി മാം. അപ്പോ എന്താ പറയാ, എനിക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ആ ഒരു വ്യക്തി മാറി. എന്റെ ആരും അല്ല അല്ലെ, എന്റെ രക്തബന്ധമല്ല, ഇന്നിപ്പോ എന്റെ ആരൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇവിടെയുള്ള ലീഡേഴ്സ്, സ്പെഷ്യലി സരസ്വതി മാം. അപ്പൊ ആ ഒരു ബോണ്ടിങ് എനിക്ക് വന്നിട്ട് ഇതിൽ മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്കൊരു ബോണ്ടിങ്ങിലൂടെയാണ് ഫിജി കാട്ടിൽ എല്ലാവരും വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇട്ടെറിഞ്ഞു പോകും അല്ലെ. അപ്പൊ ഒട്ടും ഇഷ്ടമല്ലാതെ വന്ന ഞാന് ഇന്നിപ്പോ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയി മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫിജി കാർഡിന്റെ പവറാണ്, എന്റെ ലീഡേഴ്സിന്റെ പവറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വന്നു, കോണ്ടാക്ട് ലിസ്റ്റ് ഒക്കെ ഇടാനായിട്ട് പറഞ്ഞു. ഞാനത് എന്താ പറയാ, വേണോ വേണ്ടേ എന്നുള്ള രീതിയിൽ കോണ്ടാക്ട് ലിസ്റ്റ് അത്യാവശ്യം 80-നടുത്തൊക്കെ കോണ്ടാക്ട് ലിസ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇന്ന ചേച്ചിയോട് പറഞ്ഞതിന് എന്തായാലും അവരിതൊന്നും കേൾക്കില്ല അല്ലെ, അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞതിന് ഉറപ്പായിട്ട് അവൾക്ക് റിജക്ട് ചെയ്യും, അതുകൊണ്ട് അവള് വേണ്ടാന്ന് പറഞ്ഞ് എന്റെ സ്വന്തം ഇഷ്ടം പ്രകാരം ഇവര് വേണ്ട എന്ന് പറഞ്ഞ് കോണ്ടാക്ട് ലിസ്റ്റ് എന്റെ 80-നടുത്തുള്ള കോണ്ടാക്ട് ലിസ്റ്റ് ഞാൻ ഇട്ടപ്പോ 30 മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ കോണ്ടാക്ട് ലിസ്റ്റ് എന്നൊക്കെ ഞാൻ കള്ളം പറഞ്ഞ് ലീഡേഴ്സിനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്, നമ്മൾ അങ്ങനെ നോക്കരുത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും വരിക. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോ എനിക്ക് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇതിലേക്ക് വരും. അപ്പൊ അങ്ങനെ ഞാൻ ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോവാന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യാ വെച്ചാൽ ഒന്നും കൂടി ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവണല്ലോ. അപ്പൊ എന്റെ അടുത്ത് വോയിസ് ഒക്കെ ചെയ്ത് ഫീഡ്ബാക്ക് ഒക്കെ ഇടാനായിട്ട് പറയും. അപ്പോൾ ഫീഡ്ബാക്ക് ഒക്കെ ചില സമയത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കോൺഫിഡൻസ് ഒക്കെ എനിക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഒരു MC ചെയ്യാനായിട്ട് പറഞ്ഞു. കൈയും കാലും മറിച്ച് തലേദിവസം ഉറങ്ങിയിട്ടേ ഇല്ല, നേരത്തെ കാലത്ത് എണീറ്റ് ഭയങ്കര പേടിയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കുറെ 7am ഒക്കെ അറ്റൻഡ് ചെയ്തതല്ലേ, അതിന്റെ ഒരു പരിചയത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തു. അശ്വതി മാം ആയിരുന്നു ഒന്ന് ചീഫ് ഗസ്റ്റ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എന്നെ വിളിച്ച് നല്ല രീതിയിൽ കോൺഫിഡൻസ് ഒക്കെ പറഞ്ഞു തന്നു. അതുപോലെ നല്ല രീതിയിൽ ചെയ്തു കേട്ടോ മായ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തപ്പോ ഞാൻ വീണ്ടും ഒന്ന് പൊങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി, അപ്പൊ എനിക്ക് എന്തൊക്കെയൊക്കെ കഴിവുകൾ ഉണ്ട് ഇല്ലേ എന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ MC യിൽ നിന്ന് സെഷനിലേക്ക് മാറാനായിട്ട് തുടങ്ങി. പിന്നെ എന്റെ ലീഡേഴ്സ് എന്റെ അടുത്ത് പറയാറുണ്ട്, സ്റ്റാറ്റസ് മസ്റ്റ് ആണ്, സ്റ്റാറ്റസ് വെച്ചുകൊണ്ടേയിരിക്കണം. ഞാനത് ഇന്ന് വരെയും അത് തെറ്റിച്ചിട്ടില്ല. സ്റ്റാറ്റസ് എനിക്കത് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഞാൻ സ്റ്റാറ്റസുകൾ കണ്ടിന്യൂസ് ആയിട്ട് വെക്കും. ആദ്യമൊക്കെ ഒരു സ്റ്റാറ്റസ് പോലും ഞാൻ വെക്കില്ല, കാരണം എന്റെ മോളുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് അതിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ആയിട്ട് എനിക്ക് വരുള്ളൂ. കാരണം എനിക്ക് സ്റ്റാറ്റസ് വെക്കാനില്ല. ഞാൻ വെറുതെ ഈ പാട്ടും കൂത്തൊക്കെ എന്തിനാ വെക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാറ്റസ് വെക്കില്ല. എന്റെ സ്റ്റാറ്റസ് റയർ ആയിട്ടാണ് എന്റെ ഫോണിൽ ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു. അപ്പൊ ഇന്ന് എനിക്ക് ഇഷ്ടം പോലെ സ്റ്റാറ്റസുകൾ നോക്കി. ആദ്യമായിട്ട് ഫിജി കാർഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറ്റസ് വെക്കാൻ ശരിക്കും എനിക്ക് മടിയായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുവോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്ന് കരുതിയിട്ട് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. സ്റ്റാറ്റസുകൾ കണ്ടിന്യൂസ് ആയിട്ട് വെച്ചു. അപ്പൊ ഈ വെക്കുന്ന ടൈമിൽ ആളുകൾ, ഞാൻ വിചാരിച്ചത് അവരെന്നെ പോസിറ്റീവായിട്ട് വിചാരിച്ച് അവരിതിലേക്ക് ഇൻവോൾവ് ചെയ്യും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. എന്നെ വിളിച്ച് പറഞ്ഞു, ഫിജി കാർഡിൽ നീയും പോയി പെട്ടൂലേ,
ആഹാ, ഞങ്ങളൊക്കെ ഒരു വട്ടം പെട്ടതാണ്. നിനക്ക് ആരത് പരിചയപ്പെടുത്തി തന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്, ഒന്ന് ആലോചിക്കണം കേട്ടോ. പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇത് കേൾക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അത് നമ്മുടെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ലേ. അയ്യോ, ഈ അമ്മായി എന്നെ കുഴി കൂടി ചാടിച്ചോന്നായി ഞാൻ വിചാരിക്കുന്നത്. വീണ്ടും എന്റെ കോൺഫിഡൻസ് വീണ്ടും താഴ്ന്നു. അങ്ങനെ ഉണ്ടാവും. ശരി, അപ്പോ ഞാനിങ്ങനെ ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ പറയുന്ന ടൈമിൽ ഞാൻ എന്റെ ലീഡേഴ്സുമായിട്ട് പറയാറുണ്ട്. മാം, എന്നെ വിളിച്ച് അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്താ ചെയ്യാ, ആരും ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് ദുഃഖമായിരുന്നു, ദുഃഖപുത്രിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. രമ്യ മാമിനൊക്കെ അറിയാം, ഞാൻ രാത്രി 10:30-ക്കൊക്കെ വോയിസ് ചെയ്തിരുന്നു. മാം, ഞാൻ പറയുന്ന ടൈമിൽ അവരിങ്ങനെ പറയുന്നു, ഞാൻ പറയുന്നവരൊന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. 10-10:30 ടൈമിലൊക്കെ വോയിസ് ചെയ്യും. രമ്യ മാമൊക്കെ എനിക്ക് വോയിസ് ചെയ്യും, മാം നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കുക, നമുക്കുള്ള ആളുകൾ വേറെ എവിടേക്കോ ഉണ്ട്, അവർ വരാൻ ടൈം ആവണേ ഉള്ളൂ മാം, മാം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞു. എനിക്ക് കോൺഫിഡൻസ് ലെവൽ കൂട്ടി തരാറുണ്ട്. ഡെയിലി എന്റെ സരസ്വതി മാം എന്നെ വിളിക്കുന്ന ടൈമിൽ എന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക് പല കാര്യങ്ങൾ സംസാരത്തിന്റെ ഇടയിൽ ഫാമിലിയുടെ കാര്യങ്ങൾ പറയുന്ന ആണെങ്കിൽ പോലും അതിന്റെ ഇടയിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ ചേർത്ത് കുറച്ച് കുറച്ചായിട്ട് അറിവുകൾ എനിക്ക് എന്നിലേക്ക് എത്തിച്ച് നൽകി. അതായത് ഫീഡ് ചെയ്യണ പോലെ ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി ഒരു അമ്മ കുട്ടിക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുക അല്ലെ, അത് ആ ഒരു രീതിയിൽ ഡെയിലി ഓരോ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴായിട്ട് എന്റെ ഇതിൽ നിൽക്കണോ വേണ്ടയോ എന്ന് എനിക്ക് ഈ ഇടയ്ക്ക് വരെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സത്യത്തിൽ. കാരണം ഞാൻ പറയുന്ന ആളുകളൊക്കെ ഇതിൽ നെഗറ്റീവാണ് പറയുന്നത്. ഇനിയിപ്പോ ഞാൻ മിണ്ടാതിരുന്നാൽ കൂടി എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് നീ പെട്ടു കിട്ടോ, ശരിക്കും ഇതിലൊക്കെ ആരെങ്കിലും പോയി തലയിടുമോ എന്നൊക്കെ പറഞ്ഞു നിന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ടൈമിൽ കുറച്ചെന്നെ തണുപ്പിക്കാനൊക്കെ എന്റെ ലീഡേഴ്സ് എന്റെ ചുറ്റും ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ഒരു ഫിസിക്കലിനൊക്കെ ഇറങ്ങാൻ പറഞ്ഞു. ഡിയറസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട് അല്ലേ മായ, ഒന്ന് ഫിസിക്കലിന് ഒന്ന് പോയി നോക്കുക. ശരി, പ്ലാൻ ബുക്ക് ഒക്കെ എടുത്ത് ടെൻഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം ടെൻഷൻ ആയിരുന്നു കേട്ടോ. ആ ടെൻഷൻ വെച്ചിട്ടാണെങ്കിൽ ഞാൻ പോണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇറങ്ങിയില്ലേ, പോയിട്ട് വാന്ന് പറഞ്ഞു. ശരി പറഞ്ഞിട്ട് വിളിച്ചൊന്നും ചോദിച്ചില്ല. വിളിച്ചു കഴിഞ്ഞാൽ അവരവിടെ ഇല്ലാന്ന് പറയും. ഞാൻ എന്ത് ചെയ്തു, നേരിട്ട് പോയി അവിടെ പോയി നോക്കുന്ന ടൈമിൽ അവര് ഒരു മൈൻഡ് പോലും ഇല്ല. രണ്ടുപേരെ കാണാനേ പോയത്, ഒരാളെ കാണാൻ പറ്റി, ഒരാൾ പുറത്തെവിടെ പോകാനായിട്ട് നിൽക്കുന്നത്. അപ്പൊ രണ്ടെണ്ണത്തില് ഒരു പ്ലാൻ കൊടുത്തു, എങ്ങനെയൊക്കെയോ കൊടുത്തു. പക്ഷെ അവര് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ആ നെഗറ്റീവ് അടിച്ചുകൊണ്ടേ ഇൻട്രസ്റ്റ് സംസാരിച്ചു. ശരി, ഒന്നുമില്ല, എന്തായാലും എന്റെ ഒരു കോൺഫിഡൻസ് കൂട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, പോയി തിരിച്ചു പോന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു, സരസ്വതി മാം എന്റെ അടുത്ത് അവരിങ്ങനെയാണ് പറയുന്നത്, ഒരു രക്ഷയില്ല, ഞാനൊന്നും ഇതിലില്ല, എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോഴും ഞാൻ എന്ത് പറഞ്ഞു, ഇതൊന്ന് മാറാനായിട്ട് പല പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവരെന്നെ പോസിറ്റീവായിട്ട് ഇതില് ലീഡേഴ്സ് എന്നെ ഇതില് ഇൻവോൾവ് ചെയ്യിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ ഞാൻ അപ്പോഴൊക്കെ മൈൻഡിൽ ഞാൻ ചിന്തിച്ച കാര്യം, എങ്ങനെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം, അല്ലെങ്കിൽ ചിക്കാട്ടിന് എങ്ങനെ ഒന്ന് നിർത്തി പോവാന്നായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ട്രെയിനിങ്, ഒരു ഫിസിക്കൽ ട്രെയിനിങ് കിട്ടുന്ന ആ ഒരു ദിവസം വന്നു. ജസ്ര മാം ആയിരുന്നു അന്ന് ട്രെയിനർ. അപ്പൊ അതിന് പോവാനായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു. ശരി, എത്രത്തോളം ആയ സ്ഥിതിക്ക് എന്നൊന്ന് പോവാം എന്ന് കരുതി ഞാൻ പോയി. അതായത് വീട്ടിൽ നിന്നൊന്നും തീരെ സപ്പോർട്ട് ഇല്ലാത്ത ഒരു ടൈം, ഒന്ന് ആലോചിക്കണം. ഹസ്ബൻഡിന്റെ അടുത്ത് മിണ്ടാതെ കുറെ ദിവസം ഇരുന്നിട്ടുണ്ട്. ഫിജിക്കായിട്ട് ഞാൻ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു. എന്റെ വീട്ടുകാരും ഇതിൽ സപ്പോർട്ടില്ല. പിന്നീട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇവിടെ പിടിച്ചു നിന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ എന്നെ രക്ഷപ്പെടുത്താമെന്ന് സരസ്വതി മാം പറഞ്ഞ ഒരൊറ്റ വാക്കിന്റെ പുറത്താണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ ഇടവും വലവും എന്റെ അമ്മായും സരസ്വതി മാമും ചുറ്റും എന്റെ ലീഡേഴ്സും പാർട്ട്നേഴ്സും ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത് വളരെ അഹങ്കാരത്തോടു കൂടി ഞാൻ പറയുകയാണ്. അപ്പൊ എന്താ പറയാ, അങ്ങനെ ഒരു ട്രെയിനിങ്ങിന് പോവാന്ന് പറഞ്ഞ് ഇവിടുന്ന് തല്ലും വഴക്കൊക്കെ ഉണ്ടാക്കി ഞാൻ എങ്ങനെ ഇരിക്കുവോ, ആ ട്രെയിനിങ്ങിന് പോയി ആറ്റുനോറ്റൊന്ന് പുറത്തിറങ്ങിയതാണ്. ഫിജിക്കാറ്റിന്റെ പേരും പറഞ്ഞിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. അന്ന് എനിക്ക് മുട്ടൻ പണി കിട്ടി. കാരണം അവിടെ ടോയ്ലറ്റിൽ പോയ ടൈമിൽ എന്റെ കാലൊന്ന് സ്ലിപ്പായി, കാലങ്ങോട്ട് തിരിഞ്ഞ പോലെ വരുന്ന ടൈമിൽ എന്റെ കാല് നീര് വന്ന്, അത്രത്തോളം നീര് കാലിൽ പൊങ്ങി, എനിക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോലും വയ്യ. എങ്ങനെയൊക്കെ ഞാൻ ഇവിടെ എത്തി. അത് അത് വല്ലാത്തൊരവസ്ഥയാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ വീട്ടിലെത്തി. അപ്പൊ എന്തായി, ഡബിൾ ആയിട്ട് പ്രശ്നം കൂടി. ഇനി മേലാൽ ഈ പണിക്ക് പോകരുത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇതോടുകൂടി എന്റെ ഫിജിക്കാട്ട് ഞാൻ തുടങ്ങിയത് പറഞ്ഞില്ല, നിർത്താൻ പോകണമെന്നുള്ള ലെവലിലായി കാര്യങ്ങൾ. കാരണം എന്താ, ഇങ്ങനെ പോയിട്ടാണ് സംഭവിച്ചത് അല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഉറപ്പായിട്ട് എനിക്ക് ഫിജിക്കാട്ടിൽ വരാനായിട്ട് സാധിക്കില്ല, എന്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇല്ല മനസ്സിലാക്കില്ല. സരസ്വതി മാമൊക്കെ പറഞ്ഞു, ഒരു പ്രാവശ്യം ഇങ്ങനെ വീണു എന്ന് വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ വീഴുവോ, ഇല്ല. നമ്മൾ എന്താ പറയാ, വീണാലും ഉയർത്തെണീറ്റ് വരണം, നീ ട്രൈ ചെയ്യ് എന്ന രീതിയിൽ തന്നെ സംസാരിച്ചു. പക്ഷെ ഞാൻ അപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് 7am അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ട്രെയിനിങ്ങുകൾ ഉണ്ടെങ്കിൽ അത് ഞാൻ മാക്സിമം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാറ്റസുകൾ കണ്ടിന്യൂസ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതൊന്ന് എസ്കേപ്പ് ആവണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ പോലും എന്റെ മനസ്സിൽ എവിടേക്കോ എന്തൊക്കെയോ ഒരു ചിന്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പോസിറ്റീവ് ഫീലിംഗ് എനിക്ക് ഫിജിക്കാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് എനിക്ക് സ്റ്റാറ്റസ് ഒക്കെ വെക്കാൻ തോന്നുന്നത്.
അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു വന്നു. അതുകൊണ്ടാണ് ഇന്നൊക്കെ ഞാനിപ്പോ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോ ഇന്ന് അന്നൊക്കെ ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് ഒക്കെ വെച്ച് ആളുകൾ ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന ടൈമിൽ ശരിക്കും കരഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിന് എങ്ങനെ റിപ്ലൈ കൊടുക്കണം, എങ്ങനെ പറയണം എന്നൊന്നും എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വളരെ മോശം ഒരു സ്ഥിതിയിൽ നിന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും സെയിൽ എക്സിക്യൂട്ടീവ് അല്ലേ മായമായും ആയിട്ടുള്ളൂ, ഇനി ഇങ്ങനെയൊക്കെ പറയാനുണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. കാരണം ഞാൻ ഒട്ടും ഇഷ്ടമല്ലാതെ പിടിച്ചു വലിച്ചിട്ടാണ് ഇതിൽ വന്നതെങ്കിൽ കൂടെ ഇന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫിജിക്കാട്ട്. എനിക്കത് വളരെ പ്രൗഡായിട്ട് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോ കുറെ കാര്യങ്ങൾ എന്നിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണ് ഫിജിക്കാർഡ് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഒരുപാട് എന്റെ മൈൻഡ്, ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് യാതൊരു തരത്തിലുള്ള എയിമോ ഗോളോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. രാവിലെ എണീക്കും, പണികൾ കഴിയും, കുട്ടീനെ സ്കൂളിലേക്ക് വിടും, ബാക്കി ഉച്ച സമയമാകുമ്പോൾ ഏകദേശം പണിയൊക്കെ കഴിയും, നല്ല അടിപൊളിയായിട്ട് ഒരു ഉറക്കം ഉറങ്ങും. അങ്ങനെയൊക്കെയായിരുന്നു എന്റെ ഒരു ഇത്. ഫോണിൽ പൈസ കയറ്റുന്നത് ഒരു പൈസ തീർന്നു കഴിഞ്ഞാൽ, അതായത് റീചാർജ് ഓഫർ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എന്റെ ഫോണിൽ റീചാർജ് ചെയ്യുക. കാരണം എന്താ, എനിക്ക് ആകെപ്പാടെ കോളിംഗ് ചെയ്യുന്ന കാര്യമുള്ളൂ, എന്റെ വീട്ടിലേക്ക് ഒന്ന് വിളിക്കണം, അത്രേ ഉള്ളൂ എനിക്ക് അത്യാവശ്യം. വേറെ ഒരു അത്യാവശ്യം എനിക്കില്ല അല്ലെ. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് ഞാന് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പറ്റുമോ? ഇല്ല. എന്നെ വിശ്വസിച്ചിട്ട് വന്ന പാർട്ട്നേഴ്സ് ഉണ്ട്, എന്നെ വിളിക്കാൻ ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ ഉത്തരവാദിത്തങ്ങൾ കൂടി. റാങ്ക് എന്ന് പറയുന്നത് വെറും ഒരു അലങ്കാരമല്ല, ഉത്തരവാദിത്തങ്ങളാണെന്ന് എന്റെ ലീഡേഴ്സ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് റീചാർജ് ചെയ്യാന്ന് പറഞ്ഞിട്ടിരിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ എന്റെ എന്താ പറയാ ആ ഒരു രീതിയിൽ വ്യത്യാസങ്ങൾ വന്നു. തീരെ സപ്പോർട്ട് ഇല്ലാതിരുന്ന എന്റെ ഫാമിലി ഇന്ന്, അതായത് എന്റെ റാങ്ക് അച്ചീവ് ആവുന്ന ദിവസം ബുധനാഴ്ച അവിടെ വന്ന് എന്റെ അമ്മായിയച്ഛൻ, അമ്മായിയമ്മ, അതുപോലെ ഹസ്ബൻഡ്, മോള്, എന്റെ അമ്മ, അച്ഛൻ, വേറൊരു അമ്മായി, അവരുടെ ഹസ്ബൻഡ്, ഇവരൊക്കെ വന്ന് ആ ഒരു ഫംഗ്ഷൻ ഗ്രാൻഡ് ആക്കി തന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാല്ലേ. എന്നെ തീരെ സപ്പോർട്ട് ചെയ്യാത്ത എന്റെ ഫാമിലി ഇന്ന് എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് എന്ന് എനിക്ക് അഹങ്കാരത്തോടെയാണ് ഞാൻ പറയുന്നത് അല്ലെ. കാരണം അത്രയും സന്തോഷം ഉണ്ടായിട്ടുള്ള ഒരു നിമിഷമാണ് പറയാ. അപ്പോ ഇതിന്ന് എങ്ങനെ ഞാൻ ഊരി പോവാം എന്ന് ചിന്തിച്ച ആ ലെവലിൽ നിന്ന് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ കുറിച്ച് നെഗറ്റീവ് ആണോ പറയുന്നത്, അല്ലെങ്കിൽ എന്നെ കളിയാക്കിയതാണോ, അല്ലെങ്കിൽ നല്ലതാണോ അവര് പറയുന്നത് എന്ന് പോലും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അന്ന്. ഇന്ന് എനിക്കറിയാം. ഞാൻ എന്റെ ബിസിനസ് മൈൻഡ് കൊണ്ടാണ് ഇന്ന് നോക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. അതുകൊണ്ട് എന്തായി, ഇന്ന ആള് ഇന്ന കാര്യം ഉദ്ദേശിച്ചാണ് അവരെന്നോട് ഇങ്ങനെ സംസാരിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്ക് അവരുടെ മുഖത്ത് നോക്കിയാൽ കൂടെ എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് എനിക്ക് കിട്ടി. പിന്നെ സ്വന്തമായിട്ട് ഒരു തരത്തിൽ അഭിപ്രായം പറയാത്ത ഒരു വ്യക്തിയായിരുന്നു. ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നേരെ ഒതുങ്ങി വീട്ടിനുള്ളിൽ പോയി ഇരിക്കുക, പുറത്ത് പോകാനുള്ള ഒരു പേടി, ആളുകളെ കണ്ട് സംസാരിക്കാനുള്ള ഒരു പേടി, പുതിയൊരാളെ എങ്ങനെ അവരടുത്ത് സംസാരിക്കലും എങ്ങനെ അവരെ പോയി മുട്ടുന്നുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡിന് എല്ലാവർക്കും അറിയാം, എന്നെ അറിയില്ല, അങ്ങനെ ഒരാളുണ്ട് എന്ന് പോലും അവർക്ക് ശരിക്കും അറിയില്ല. എന്താണ്, പുറത്ത് ഞാൻ പോക്കില്ല, പിന്നെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് സംസാരിക്കാനായിട്ട് നിൽക്കില്ല, തലയും തത്തി ഒറ്റ പോക്കാണ്. ടൗൺ എത്തിയിട്ടാണ് എന്റെ തല ഇങ്ങനെ ഉയരുള്ളൂ. ഇന്ന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഹെഡ് ഇങ്ങനെ പൊക്കിയിട്ട് തന്നെയായിരിക്കും നടക്കുക. കാരണം എന്താ, നമ്മുടെ മൈൻഡില് ആളുകളാണ് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. കാരണം നമ്മൾക്ക് ഇതിലേക്ക് ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആളുകളെ തെരഞ്ഞു നടക്കുന്ന ഒരു പണിയാണ് ശരിക്കും നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ ചിന്തകളിൽ വ്യത്യാസങ്ങൾ വന്നു, നമ്മുടെ സംസാരത്തിൽ വ്യത്യാസം വന്നു. ഒരാളോട് പേടിച്ച് സംസാരിച്ചിരുന്ന ഞാൻ, അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ അടുത്ത് ഒരു ബുക്കിംഗ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാൻ വേറെ ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും അല്ലെ. അല്ലെങ്കിൽ വേറെ ഒരു വലിയ പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിന്റെ അടുത്ത് സംസാരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചോദിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. എങ്ങനെയാണ് അവരുടെ അടുത്ത്, പരിചയമില്ലാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് എങ്ങനെയാ സംസാരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒട്ടും പരിചയമില്ലാത്ത വ്യക്തികളുമായിട്ട് സംസാരിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവരുമായിട്ട് എങ്ങനെ സ്റ്റാർട്ടിങ് സംസാരിക്കാം എന്നൊക്കെ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്ന് പഠിച്ചതാണ് അല്ലെ. അപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു തരത്തിലുള്ള ഗോൾ ഉണ്ടായിരുന്നില്ല. രാവിലെ എണീക്കുന്നു, പണി കഴിയുന്നു, കിടന്നുറങ്ങുന്നു, അതേപോലെ തന്നെ വീണ്ടും എണീക്കുന്നു, പണികൾ ചെയ്യുന്നു, വീണ്ടും കിടന്നുറങ്ങുന്നു. ഒരു റുട്ടീനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ദിവസം സരസ്വതിമേം പറയും, എന്താണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കും. ഞാൻ കിടന്നുറങ്ങുകയാണ് പറഞ്ഞു. ശരി, ഉറക്കമൊക്കെ നമുക്ക് പിന്നീടൊക്കെ ആവാം, രാത്രി എന്തായാലും ഉറങ്ങുമല്ലോ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്, ഒന്ന് ഒരു ബുക്കും പെന്നൊക്കെ എടുത്തിട്ട് ഇരിക്കാന്ന് പറയും. ആദ്യം മൈക്ക് ഓൺ ആണ്, ഒന്ന് ഓഫ് ചെയ്യണേ, ലിങ്ക് കട്ടായ ഒന്ന് റീജോയിൻ ചെയ്യാനായിട്ടും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്.
അപ്പോ സരസ്വതി മാം എൻ്റെ അടുത്ത് പറഞ്ഞു, നോട്ടും പെന്നൊക്കെ എടുത്തിട്ട് ഇരിക്കാനായിട്ട് പറഞ്ഞു. ശരി പറഞ്ഞിട്ട് എനിക്ക് രജിസ്ട്രേഷൻ പറഞ്ഞു തന്നു, ഒരു MC കാര്യങ്ങൾ കൂടുതലായിട്ട് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു തന്നു, ഒരു സെഷൻ എടുക്കുന്ന ടൈമിൽ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നു, പുതുതായിട്ട് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുന്ന ടൈമിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു. ആ വക കാര്യങ്ങളും പോസ്റ്റർ അടിക്കുന്ന കാര്യങ്ങളും എല്ലാം എനിക്ക് ആ ഒരു ഉച്ച സമയത്ത്, കാരണം എന്റെ ഉറക്കത്തിന്റെ ആ ടൈം അങ്ങോട്ട് ഡിലീറ്റ് ആക്കി കളഞ്ഞു. ആര്? സരസ്വതി മാം ആണ് അത് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോ ഞാൻ ഉച്ചയ്ക്ക് കടന്നുറങ്ങലൊന്നുമില്ല, കാരണം ഫുള്ളി എൻഗേജ്ഡ് ആണ് അല്ലെ. അപ്പൊ എന്താ പറയാ, കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അത് ഞാൻ കൃത്യമായി എഴുതി വെച്ച് അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു 100% കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 90% എങ്കിലും ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് ഞാൻ കാണിച്ചു എന്നതാണ് എന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ വിചാരിക്കില്ലേ കുറെ ആളുകൾ ഇങ്ങനെ നെഗറ്റീവ് പറയണം, അല്ലെങ്കിൽ നമ്മളോട് ഇതിൽ ഇൻവോൾവ് ചെയ്തതിന് ഒരു തെറ്റായിട്ടൊക്കെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ. അപ്പൊ നമ്മൾ ഇതിന്ന് ഒഴിവാക്കി പിക്കാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞ് ട്രൈ ചെയ്തിട്ടുള്ള ഒരുപാട് ചുറ്റിലുള്ള വ്യക്തികൾ എങ്ങനെയാണ് എന്നെ ഇതിൽ നിന്ന് പിന്മാറാനായിട്ട് നോക്കുക, അതാണ് അവരൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. കാരണം എന്നെ വിളിച്ചിട്ട് നിരന്തരമായിട്ട് അവർ എൻ്റെ അടുത്ത് പറയും, ഇതൊക്കെ തട്ടിപ്പാണ്, നീ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആയി പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് നെഗറ്റീവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കരഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കും. അപ്പോഴും എനിക്ക് കൈത്താങ്ങായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്റെ ലീഡേഴ്സ് തന്നെയാണ്. മാം ഇതൊക്കെ കേൾക്കും നമ്മള്, ഇതൊക്കെ തരണം ചെയ്ത് പോകുമ്പോഴാണ് വലിയൊരു ലോകം നമുക്ക് നമ്മുടെ മുന്നിൽ ഉണ്ടാവും. അപ്പോ അതിനു വേണ്ടി ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. ശരി, ഞാൻ അതൊക്കെ കേട്ടു. ആ കേട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. അപ്പോ നമുക്ക് നെഗറ്റീവ് അടിപ്പിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും. എല്ലാ ആളുകളും നമ്മളെ നന്നാക്കാനായിട്ട് ശ്രമിക്കില്ലല്ലോ, ഒരിക്കലും ശ്രമിക്കില്ല അല്ലെ. നമ്മള് നശിക്കണം എന്ന രീതിയിലാണ് നമ്മുടെ ചുറ്റിലുള്ള ആളുകൾ ഉണ്ടാവുക. അപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാറ്റസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വിളിച്ചിങ്ങനെ പറയും, നെഗറ്റീവ് അടുപ്പിച്ച് കൊണ്ടേയിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല. എന്റെ ലീഡേഴ്സും അങ്ങനെ തന്നെ പറഞ്ഞത്, ഇതൊന്നും മൈൻഡിലേ വരാൻ പാടില്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കറക്റ്റ് ആയിട്ട് ചെയ്തു പോവാന്ന് പറയും. ഞാൻ അതിനനുസരിച്ച് ചെയ്തു. സ്റ്റാറ്റസുകളാണെങ്കിൽ വെച്ച് വെച്ച് പോയി. ഇന്നിപ്പോ ഒരാൾ പോലും എന്റെ അടുത്ത് വിളിച്ചിട്ട് ഫിജി കാർഡിനെ കുറിച്ച് കുറ്റം പറയില്ല. കാരണം എന്താ? അവരുടെ വായ അടപ്പിക്കാനുള്ള കഴിവ് ഇന്ന് എനിക്ക് ഉണ്ട് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ഞാനിതില് വളരെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുള്ളതും അറിയാം. എല്ലാരും വിചാരിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 4 മാസമൊക്കെ ഇവളിങ്ങനെ സ്റ്റാറ്റസ് വെക്കുന്നുണ്ടാവും, പിന്നെ അതിന്റെ പൊടി പോലും കാണില്ല, ഇവളൊക്കെ പോയ എവിടം വരെ. അങ്ങനെയാണ് എല്ലാ ആളുകളും ചിന്തിക്കുന്നത്. അങ്ങനെ എന്റെ ഫ്രണ്ട്സിലുള്ള ആളുകളാണെങ്കിലും ശരി, റിലേഷനുള്ള ആളുകളാണെങ്കിലും ശരി, എല്ലാവരും അല്ല പറയുന്നത്, ചില വ്യക്തികളെ ഞാൻ പറയുന്നു. അപ്പോ അങ്ങനെയുള്ള ആളുകളൊക്കെയും അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടാവുക. മായ പോയി കഴിഞ്ഞാൽ എവിടം വരെ പോകും എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷെ ഞാൻ 4 മാസം കഴിഞ്ഞു, അതിനപ്പുറം കഴിഞ്ഞു, ഇന്നും സ്റ്റേബിൾ ആയിട്ട് ഇതാ ഫിജി കാർട്ടിൽ വർക്ക് ചെയ്യുന്നു. ആദ്യത്തെ റാങ്ക് ആയിട്ടുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന റാങ്കിൽ ഞാൻ എത്തുകയും ചെയ്തു. ഇനി ഇതിനപ്പുറം എന്താ പറയാ, ഒരാളും എൻ്റെ അടുത്ത് നിന്ന് ഒന്നും സംസാരിക്കില്ല ഇതിനെ കുറിച്ചിട്ട്. കാരണം എന്താ, എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് അറിയാം. കാരണം ഞാൻ അത്രയും ഇവിടെ സ്റ്റേബിൾ ആണ്. ഞാൻ എന്നെ പ്രൊമോഷൻ ചെയ്യാനായിട്ട് എന്റെ ഒരു ഫോട്ടോ DP വെക്കാൻ പോലും മടിച്ച ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ പേടിയായിരുന്നു. എന്താ പറയാ, ന്യൂ ജനറേഷന്റെ ഒപ്പം സഞ്ചരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. വളരെ മോശമായിട്ട്, എത്രത്തോളം ബാക്ക്വേർഡ് ആയിട്ട് ചിന്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം പുറകിലോട്ട് മാറി നിൽക്കാൻ പറ്റും, അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി. ഇന്ന് ഞാൻ വളരെ എന്താ പറയാ, എത്രത്തോളം എന്നെ പ്രൊമോഷൻ ചെയ്യാനായിട്ട് സാധിക്കുമോ അതിനൊപ്പം ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. എന്റെ പോസ്റ്ററുകളൊക്കെ എത്രത്തോളം ഞാൻ വെച്ച് ഇപ്പൊ സ്റ്റാറ്റസ് വെക്കുന്നുണ്ട്, അത് കാണുന്ന എത്ര വ്യക്തികൾ എനിക്ക് ലൈക്ക് തരുന്നുണ്ടെന്ന് അറിയോ. ആദ്യമൊക്കെ മൈൻഡ് ചെയ്യാതെ പോകും. എന്റെ സ്റ്റാറ്റസ് കാണുന്നത് 10 20 പേരായിരിക്കും. ഇന്ന് അതിന്നൊക്കെ മാറി 57 67 ഒക്കെ ആയിട്ട് ആ ഒരു കൗണ്ട് കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫിജി കാർഡിന്റെ പവർ തന്നെയാണ് അത്. അത് യാതൊരു സംശയമില്ല. കാരണം ഞാൻ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു. എനിക്കിവിടെ പ്ലാനൊന്നും അറിയില്ല അല്ലെ, കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ഇവിടെ അറിയുന്നുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും പ്ലാനൊക്കെ പഠിക്കാനായിട്ട് തയ്യാറായി. MC ഇടുന്ന ടൈമിലാണെങ്കിലും ഞാൻ അത് ചെയ്യാൻ തയ്യാറായി. സെഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ തയ്യാറായി. അതുപോലെ തന്നെ പ്ലാൻ കൊടുക്കാനൊക്കെ എൻ്റെ അടുത്ത് പറയും, സരസ്വതി മാം വിളിക്കും, ലിങ്ക് ഇടും, ശരി മായ പ്ലാൻ കൊടുത്തോന്ന് പറയും. അയ്യോ ഞാൻ എങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആദ്യം കരഞ്ഞിരുന്നിട്ടുണ്ട്. പിന്നെ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ 2 പ്ലാൻ 3 പ്ലാനൊക്കെ അങ്ങനെ പ്ലാൻ പറഞ്ഞ് ഞാൻ എന്തായി, നല്ല പിക്കപ്പായി. ഇന്നിപ്പോ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പ്ലാൻ ഞാൻ പറയുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാനായിട്ട് തയ്യാറായപ്പോഴാണ് എനിക്ക് ഈ ചേഞ്ചുകളൊക്കെ വന്നത്. ഇന്ന് എന്റെ അഭിപ്രായം ചോദിക്കുന്ന വ്യക്തികൾ എന്റെ ഫാമിലിയിലുണ്ട്. എന്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും ദുഃഖം പറയുമ്പോൾ അതിനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എടി നീയൊക്കെ ഒരുപാട് മാറിയിട്ടോ,
പണ്ടൊന്നും നീ ഇങ്ങനെയല്ല, ഞാനൊക്കെ തളർന്നിപ്പോ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നിന്റെ വാക്ക് കേട്ടപ്പോ എനിക്ക് എന്തോ ഒരു വലിയൊരു എനർജി കിട്ടിയ പോലെ, സമ്മതിക്കണം കേട്ടോ മായ എന്ന് ഇപ്പൊ പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ഓ ഞാനൊക്കെ വലിയ സംഭവമായില്ലേ. കാരണം എന്താ, ഫിജിക്കാട്ടിന്റെ പവറാണ്. ഫിജിക്കാട്ടിൽ വന്ന് ഇതൊക്കെ കേട്ടിട്ടും എല്ലാം ചെയ്തിട്ടും അനുഭവിച്ചിട്ടും ഉള്ള ആ ഒരു ഇതിന്റെ ആ ഒരു പരിചയത്തിന്റെ പുറത്താണ് എനിക്ക് ഇതൊക്കെ സാധിക്കുന്നത് അല്ലെ. ഇവിടെ എന്താ പറയാ, എനിക്ക് അത്ര കോണ്ടാക്റ്റുകളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാനുണ്ട്, എന്റെ അച്ഛനമ്മയുണ്ട്, ഇവിടുത്തെ അച്ഛനമ്മയുണ്ട്, കഴിഞ്ഞു. എന്റെ ഒരു സറൗണ്ടിങ് അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഇവര് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് എനിക്ക് എവിടെയൊക്കെയോ ഉണ്ട് അല്ലെ ആളുകള്. എനിക്ക് ഒരു അനിയത്തി മാത്രമാണ് എനിക്കുള്ളത്. ചേച്ചിയില്ല, ഏട്ടനില്ല, അങ്ങനെ ആരുമില്ല. അപ്പോ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ്. ഒരുപാട് കഷ്ടപ്പാട് നിന്നാണ് എന്റെ അച്ഛനമ്മയൊക്കെ എന്നെ വളർത്തിയിരിക്കുന്നത്. എനിക്കിന്ന് 31 വയസ്സുണ്ട്. 30 വയസ്സിലാണ് എനിക്കൊരു സ്വന്തം വീട് ശരിക്കും ആയത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോ ഇത്രയും വർഷം വളരെ കഷ്ടപ്പെട്ടിട്ട് എന്റെ അച്ഛനമ്മ എന്നെ നോക്കിയതാണ്. ഒരു രൂപ എനിക്കിന്ന് എന്റെ വീട്ടിലേക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്ന് ഒരു 200 രൂപ ഉണ്ടെങ്കിൽ എന്നാ അയക്കിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എടുത്ത് അയച്ചു കൊടുക്കും. കാരണം എനിക്ക് ഫിജിക്കാർഡിന് കിട്ടുന്നുണ്ട് അല്ലെ. ഇമോഷൻ ആവണത് വേറൊന്നുമല്ല, അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഇപ്പോ ഫിജിക്കാർഡ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഇതാണ് കാണുന്നത്, വേറെ ഒന്നും വിചാരിക്കരുത്. അല്ലാതെ എനിക്ക് കോൺഫിഡൻസ് കുറവൊന്നും ഇല്ല കേട്ടോ, കാര്യം പറയാം. അപ്പൊ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിജിക്കാർഡിനെ കുറിച്ച് പറയണമെങ്കിൽ എനിക്ക് 100 നാവാണ്. എന്തൊക്കെയോ പറയണം വിചാരിച്ചു, മറന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ എന്റെ ചുറ്റിലുള്ള വ്യക്തികൾ ഇന്ന് എനിക്ക് കട്ട സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എത്രത്തോളം നന്ദി പറഞ്ഞാലും, സരസ്വതി മാമിന്റെ അടുത്ത് നന്ദി പറഞ്ഞാലും, അശ്വതി മാമിന്റെ അടുത്താണെങ്കിലും, ജസറ മാമിന്റെ അടുത്താണെങ്കിലും, രമ്യ മാമിന്റെ അടുത്താണെങ്കിലും, എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം അത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്ത്, മാമിന് പറ്റും, ഉറപ്പായിട്ടും പറ്റും, ചെയ്തോളൂ, മുന്നിട്ട് ഇറങ്ങിക്കോളൂ, ഇനി മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടേക്ക് വെക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ ഉയർത്തി 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 ഞാനിത് അവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും ബാക്കിലോട്ടില്ല. കാരണം എനിക്ക് അത്രത്തോളം കട്ടയ്ക്ക് സപ്പോർട്ടിനുള്ള എന്റെ കൂടപ്പിറപ്പുകൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. എന്റെ സെക്കൻഡ് ഫാമിലിയാണ് ഫിജിക്കാട്ട് എന്ന് പറയുന്നത്. എന്റെ സെക്കൻഡ് ഫാമിലിയാണ്. എന്റെ അച്ഛനമ്മയും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള എന്റെ ഫാമിലി എന്ന് പറയുന്നത് ഇവിടെയാണ്. ഞാൻ എവിടെയോ ഇരിക്കുന്ന എന്നെ സ്വന്തം കൂടപ്പിറപ്പായിട്ട് കാണുന്ന എത്ര വ്യക്തികളുണ്ട് ഇവിടെ. എനിക്ക് എന്റെ ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ പാർട്ട്നേഴ്സ് പറഞ്ഞാലും അത്രത്തോളം വീട്ടിലേക്കൊക്കെ ഒരു 3-4 പ്രാവശ്യമൊക്കെ വിളിക്കുന്ന ഞാൻ ഇന്നിപ്പോ എനിക്ക് വിളിക്കാനുള്ള ടൈമും കിട്ടുന്നില്ല. ഞാനത് എന്റെ മൈൻഡ് ഫുള്ള് ഇപ്പൊ ഇവിടെയാണ്. ഇവിടെ എങ്ങനെ വിജയിക്കാം. കാരണം എന്നെ തളർത്തിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവളൊന്നും എവിടെ എത്തില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഞാൻ എന്തായാലും എത്തി കാണിച്ചു കൊടുക്കും, അത് ഉറപ്പാണ്. ഇപ്പോഴത്തെ എന്റെ ഒരു പെട്ടെന്നുള്ള ഒരു ആഗ്രഹം പെട്ടെന്നൊരു എസ് എം ആവുക. കാരണം അന്ന് ആ സ്റ്റേജിൽ കയറി നിന്ന് ഒരു എക്സ്പീരിയൻസ് പറയാൻ നിൽക്കുന്ന ആ ടൈമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കേറി ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ മുമ്പൊക്കെ സംസാരിക്കാൻ പറ്റിയപ്പോൾ ഞാൻ വളരെ പ്രൗഡായി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, അഹങ്കാരം ഉണ്ടായിരുന്നു, നല്ലൊരു അഭിമാനം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്റെ ഒരു ടാലന്റോ അല്ലെങ്കിൽ ഒന്നും ഇവർക്ക് അറിയില്ല. ഞാൻ ഒളിഞ്ഞു മാറി ഒരു റൂമിലെ ഇരുന്ന് കഴിച്ചു കൂട്ടിയിട്ടുള്ള ഒരാള് ഇന്ന് ഈ ലെവലിലേക്കൊക്കെ മാറുന്ന ടൈമിൽ എന്റെ ഫാമിലിയിൽ നിന്ന് എത്രത്തോളം എനിക്ക് കയ്യടികൾ കിട്ടുന്നുണ്ടെന്ന് അറിയോ. എന്നെ വിളിച്ചിട്ട് അവര് സമ്മതിക്കണട്ടാ, നീയൊക്കെ ഇങ്ങനെയാണെന്നേ വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താ, ഞാൻ എന്നെ പ്രൊമോഷൻ ചെയ്യാനായിട്ട് തയ്യാറായി. സ്റ്റാറ്റസുകളിലാണെങ്കിലും ഇപ്പോ എന്താ പറയാ, തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഞാൻ. എന്റെ സ്റ്റാറ്റസ് എത്ര ആളുകളാണ്, വിക്കിയ ജസറ മാം ഉൾപ്പെടെ ആ സ്റ്റാറ്റസ് വെച്ച് എത്ര പേര് കാണുന്നുണ്ടാവും. അപ്പൊ ശരിക്കും ഒരു സെലിബ്രിറ്റി എന്ന ഒരു ഫീലും കൂടെ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നാണ്. ഇതിനൊക്കെ എന്നെ സഹായിച്ചത് എന്റെ ലീഡേഴ്സ് ആണ്, എന്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന എന്റെ പാർട്ട്നേഴ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഇതിന്ന് എങ്ങനെ ഒഴിവാകാം എന്ന് ചിന്തിച്ച ആ ലെവലിൽ നിന്ന് ഇന്ന് ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ വിജയം ഉണ്ടാക്കാം എന്ന ലെവലിലേക്ക് ചിന്തിക്കാൻ പറ്റി. നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് ഇപ്പോ തുടങ്ങി. ഒന്നും മിണ്ടിയ അതിന് ആൻസർ എങ്ങനെ കൊടുക്കാന്ന് പോലും അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇന്ന് ഇന്നാള് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മറുപടി കൊടുക്കാം എന്ന് എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. എന്റെ സംസാരം കേട്ടിട്ട് ചില വ്യക്തികൾ പറയും, മാം ഇതുപോലെയൊക്കെ സംസാരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ആലോചിക്കണം, അപ്പൊ ഞാൻ സംസാരിക്കുന്നത് അവർക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പോ ഞാന് അറിയാതെ തന്നെ ഒരു സെലിബ്രിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്നെ പ്രൊമോഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു സ്റ്റാറ്റസ് പോലും ഞാൻ വെക്കാത്ത ഞാന് ഇന്ന് എന്റെ ഫോട്ടോ വെച്ചിട്ട് എത്രത്തോളം പോസ്റ്ററുകളാണ് ഞാൻ അടിച്ചിറക്കുന്നത്. ഇതിനുള്ള ലൈസൻസ് നമുക്ക് നമ്മുടെ കമ്പനിയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. എന്താ അവിടെ ഒരു നഷ്ടം ഉണ്ടെന്ന് ഞാൻ ആലോചിക്കുന്നത്. കുറച്ച് സാധനങ്ങൾ വാങ്ങുന്ന ടാസ്കല്ലേ ഉള്ളൂ. ഈ 6000, 7000, 10,000 രൂപയും കൊണ്ട് നമ്മുടെ ദാരിദ്ര്യം തീരുമോ? തീരില്ല. ഞാനും ഒന്ന് ആലോചിച്ചു. ഇവിടെ വന്ന്
വർക്കൊക്കെ ആത്മാർത്ഥമായിട്ട് എടുക്കുന്ന ടൈമിൽ ഒരു ആദ്യത്തിന്റെ സെയിൽ ഓപ്പണിംഗ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 100 എസ്പിക്കാണ് ഒരാള് ശരിക്കും പറഞ്ഞാൽ എന്റെ അടുത്ത് അസോസിയേറ്റ് ചെയ്തത്. എന്റെ ആദ്യത്തെ സെയിലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പ്ലാൻ കൊടുത്ത് ഒറ്റയ്ക്ക് ഫോളോ അപ്പ് എടുത്ത് 100 എസ്പിക്ക് ഞാൻ കൊണ്ടുവന്ന ഒരു വ്യക്തിയുണ്ട്. ആളെ മറക്കാൻ പറ്റില്ല. അപ്പോ അങ്ങനെ ആ ഒരു ടൈമിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു അഭിനന്ദനങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എനിക്കിപ്പോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് BOPക്ക് എന്റെ ഹസ്ബൻഡിനെ കൊണ്ടുവരണമെങ്കിൽ അത് എന്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന ആദ്യത്തെ റാങ്കിലായിരിക്കണം എന്റെ ഫാമിലിനെ കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മുടെ നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് നമ്മുടെ IQ നമ്പർ പാസ്വേഡ് ഒക്കെ എഴുതി തൊട്ടപ്പുറത്ത് ഗോൾസ് എന്തൊക്കെയാണ് അത് എഴുതാൻ പറയും. സരസ്വതി മാമിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി ഞാൻ അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് മുമ്പ്, അതായത് കുറച്ചൊരു മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഒരു പേജ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ അശ്വതി മാമിന്റെ സ്കൂട്ടി ലോഞ്ചിങ്ങിന് സ്കൂട്ടി എടുക്കണം എന്നുള്ള ഒരു മോഹം എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് സരസ്വതി മാമും. അതുപോലെ എന്റെ ഇവിടുത്തെ ലീഡേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫിജിക്കാട്ട് എനിക്ക് ഒരുപാട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് സ്കൂട്ടി എടുക്കണം എന്നുള്ള ഒരു വിചാരമുണ്ട്. എന്റെ അച്ഛനമ്മയ്ക്കാണെങ്കിലും കുറച്ച് രൂപ എനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് എന്റെ ഹസ്ബൻഡ് എന്റെ അടുത്തുനിന്ന് കടം ചോദിച്ചിട്ട് പോകും. ഞാൻ കടമൊക്കെ കറക്റ്റായിട്ട് എന്റെ അടുത്ത് വാങ്ങുന്നത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. തിരിച്ച് ഞാനത് വാങ്ങിക്കാതെ ഉറപ്പാണ്. ഹസ്ബൻഡാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ഇന്ന് എന്റെ അടുത്ത് ഒരു 300 രൂപ തരുമോ? ഇന്ന് സത്യം പറയും, ഇന്ന് നിനക്ക് എത്ര കയറിയിട്ടുണ്ട് പറയും കൊണ്ടുപോകും. അപ്പോ ഇന്ന് ആ ലെവലിലേക്കൊക്കെ എനിക്ക് ഇവരെ എത്തിക്കാൻ പറ്റി, ഇവരുടെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ പറ്റി. അപ്പൊ അതൊക്കെ ഫിജിക്കാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ലോകമാണ്. നിങ്ങൾ മാറി നിന്ന് ചിന്തിക്കുന്ന പോലെയല്ല, നിങ്ങൾ മാറി നിന്ന് കാണുന്ന പോലെയല്ല ഇതിന്റെ ഉള്ളിൽ എന്ന് പറയുകയാണ് ഞാന്. അപ്പോ ഒരുപാട് കൂടപ്പിറപ്പുകളുടെ ഒരു കൂട്ടായ്മ അതന്നെയാണ് ഫിജിക്കാട്ടിന്റെ പവറും എല്ലാതും. അപ്പൊ ഇന്ന് എനിക്ക് എന്താ പറയാ, ഇരട്ടി മധുരമാണല്ലേ. ഇനിയും എന്റെ ലെവൽ കൂടുകയേ ചെയ്യുള്ളൂ. ഞാൻ ഒട്ടും എന്റെ കോൺഫിഡൻസ് കുറവാകുകയല്ലേ ചെയ്യുക, കൂടെ ഉള്ളൂ. അത് ഞാൻ വളരെ അഹങ്കാരത്തോടെ പറയുന്നു കേട്ടാ. കാരണം അത്രയ്ക്ക് കട്ടിക്ക് സപ്പോർട്ട് നമുക്ക് എല്ലാവരും ഉണ്ടല്ലോ, പിന്നെ ഇതിനെ പേടിക്കുന്നത്. എനിക്ക് ഫോണിൽ ഒന്ന് ബാലൻസ് ഇല്ലെങ്കിൽ പോലും മാം ഞാൻ റീചാർജ് ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് വരുന്ന പാർട്ട്നേഴ്സ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്റെ ഒരാഴ്ച കഴിഞ്ഞ് റീചാർജ് ചെയ്യുന്ന ഞാൻ എന്റെ കയ്യിൽ അഥവാ പൈസ ഇല്ലെങ്കിൽ പോലും റീചാർജ് ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ചു വരുന്ന വ്യക്തികളുണ്ട്. അപ്പൊ എനിക്കിവിടെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറെ അനിയന്മാരെ, കുറെ ഏട്ടന്മാരെ, കുറെ ചേച്ചിമാര്, കുറെ ഫ്രണ്ട്സുകളെയൊക്കെ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്റെ എന്താ പറയാ, ഒരു അമ്മയുടെ സ്ഥാനം അല്ലെങ്കിൽ ഒരു സിസ്റ്ററിന്റെ സ്ഥാനം, ഒരു എല്ലാ സ്ഥാനവും, ഒരു ഫ്രണ്ട്, ഒരു നല്ല ഫ്രണ്ടാണ്, ഒരു അമ്മയാണ്, ചേച്ചിയാണ്. അങ്ങനെയൊക്കെ ഒരു ബന്ധം എനിക്ക് സരസ്വതി മാമുമായിട്ട് നല്ല രീതിക്ക് എനിക്കുണ്ട്. ഞാൻ എത്ര വലിയൊരു പോസ്റ്റിൽ എത്തിയാലും ഈ വ്യക്തികളെ ഒന്നും മറക്കാനായിട്ട് പറ്റില്ല. കാരണം എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഇവര് കാരണം ഇനി എനിക്ക് ഉണ്ടാവാനായിട്ട് പോവുകയാണ് അല്ലെ. ഞാൻ ഇതൊന്നും എങ്ങനെ മാറി പോവാന്ന് ചിന്തിച്ച സമയത്തൊക്കെയും എന്നെ കട്ടയ്ക്ക് കൂടെ നിർത്തി രക്ഷപ്പെടുത്താം, നീ കൂടെ നിന്നാ മതി, രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞ് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിച്ച വ്യക്തികളെന്നും നമുക്ക് മറക്കാനായിട്ട് സാധിക്കുകയില്ല. കൊണ്ടുവന്ന വ്യക്തിനെ മറക്കുകയല്ല കേട്ടോ. കാരണം അത്രയും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് അവര് ട്രൈ ചെയ്തിട്ടുണ്ട്. ഫോളോ അപ്പ്, അത്ര കട്ട ഫോളോ അപ്പ് എന്ന് പറഞ്ഞ വിശാലി മാമിന്റെ ഫോളോ അപ്പ് ആണ്. ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം അമ്മായി പറഞ്ഞിടക്ക് ഞാൻ കേൾക്കാത്ത ഞാന് എന്നെ ഇതിലേക്ക് കൊണ്ടുവരാൻ എത്രത്തോളം ആൾ ട്രൈ ചെയ്തു. അപ്പൊ കട്ട ഫോളോ അപ്പ് ആണ് ശരിക്കും പറഞ്ഞ വിശാലി മാം എടുത്തിരിക്കുന്നത്. ആൾ ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. എന്റെ ലീഡേഴ്സ് എന്റെ അടുത്ത് വെറുതെ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ പോലും ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും, വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, ഞാൻ അത് പോയി നോട്ട് ചെയ്യും. ഓരോ ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ അടുത്തിരുന്ന് ഞാൻ അത് കേട്ടില്ലെങ്കിൽ പോലും കേട്ട കാര്യങ്ങൾ പിന്നീട് ഞാൻ ഓർത്തിട്ട് അത് നോട്ട് ചെയ്യും. എനിക്ക് സെഷൻ എടുക്കുന്ന ടൈമിൽ ആ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ഞാൻ സംസാരിക്കുക. അപ്പോ ഞാൻ ഇവിടെ സ്റ്റേബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് ഇനിയും ഇതിൽ വിജയിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങുന്ന ടാസ്കേ ഉള്ളൂ. എനിക്ക് നോക്കിയിട്ട് കാണുന്ന ഒരൊറ്റ ടാസ്ക്, ആദ്യം കുറച്ച് എമൗണ്ടിൽ സാധനങ്ങൾ വാങ്ങണം. വേറെ ഇവിടെ ഒരു പണിയില്ല. ഒരു പണിയില്ല എന്നല്ല, സ്മാർട്ട് വർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളിവിടെ ഒറ്റയ്ക്കല്ലല്ലോ, ഒറ്റയ്ക്ക് നമ്മളിവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇത്രത്തോളം സപ്പോർട്ട് കിട്ടുന്ന ടൈമിൽ നമ്മൾ എവിടേക്കാണ് എറിഞ്ഞു പോവുക? ഇനി അഥവാ ഇതൊന്നും നമ്മൾ ഒഴിവായി, എനിക്ക് വേണ്ട ഫിജിക്കാട്ട് എന്ന് പറഞ്ഞ് നമ്മൾ മാറിയാലും എവിടേക്കാ തിരിച്ചു പോണത്? വീണ്ടും ആ ദാരിദ്ര്യം പിടിച്ച ജീവിതത്തിലേക്ക് തന്നെയല്ലേ. ഇപ്പൊ ഒരു PSC എഴുതുന്നു, എഴുതിയ ഉടനെ നമുക്ക് ജോലി കിട്ടുമോ? ഉറപ്പായും കിട്ടില്ല. ഒരു 5-6 വർഷം തപസ് ചെയ്തിട്ട് വേണം ആ ഒരു ജോലി നേടാൻ. അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം കുറച്ചു കാലം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഖസുന്ദരായിട്ട് നമുക്ക് ജീവിച്ചുകൂടെ അല്ലെ. ഇന്നിപ്പോ എന്താ പറയാ, എന്തായാലും ഞാൻ കുറച്ചു കാലം കൂടി ജീവിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. അപ്പൊ അന്ന് ഞാൻ ഏതെങ്കിലും ഒരു റാങ്കിൽ ഉണ്ടാവും. എന്റെ നോമിനി എന്റെ മോളാണ്. എനിക്ക് ധൈര്യം മരിക്കാൻ ശരിക്കും. കുറച്ചും കൂടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല റാങ്കിൽ ഞാൻ ഉണ്ടാവും അല്ലെ. മരണശേഷമാണെങ്കിലും എന്റെ മോൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റും.